ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞു പോയ മാസം 2024 ഡിസംബറിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ താല്പര്യം കാണിച്ച ഒരു മാസമായിരുന്നു. കാരണം ഒക്ടോബർ മാസം മുതലാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ മാരകമായ സെല്ലിംഗ് ആരംഭിച്ചത്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് FIIs സെൽ ചെയ്ത സ്റ്റോക്കുകൾ പലതും വാങ്ങിക്കൂട്ടിയത് DIIs ആയിരുന്നു. അപ്പോൾ DIIsൽ പ്രധാനപ്പെട്ട ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് AMCകളാണ്. ഇപ്പോൾ 2024 നവംബർ മാസത്തെ അപേക്ഷിച്ച് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഏറ്റവും അധികം താല്പര്യം കാണിക്കുകയും അവരുടെ ഹോൾഡിംഗ് ഡിസംബറിൽ വർദ്ധിപ്പിക്കുകയും ചെയ്ത ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. R4Iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2024 നവംബർ മാസം 20ഓളം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഹോൾഡ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു PG ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡ്. ഡിസംബറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ എണ്ണം 51 വർദ്ധിച്ചതായിട്ട് കാണാം. അപ്പോൾ നിലവിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ഹോൾഡിങ്ങിൻ്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 2912 കോടിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 848 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന PG ഇലക്ട്രോപ്ലാസ്റ്റ് കഴിഞ്ഞ 6 മാസം 132% ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഇതുപോലെ കഴിഞ്ഞ നവംബറിൽ 94ഓളം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഹോൾഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു Paytm എന്ന് പറയുന്ന സ്റ്റോക്ക്, അഥവാ 197 കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്. ഡിസംബറിൽ അവിടെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ എണ്ണം 124 വർദ്ധിച്ചതായിട്ട് കാണാം. മൊത്തത്തിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ഹോൾഡിങ്ങിൻ്റെ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ 7266 കോടിയായിട്ട് അത് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ 855 രൂപ ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന Paytm കഴിഞ്ഞ 6 മാസം 82% ഒരു റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. വളരെയധികം വെല്ലുവിളികളിലൂടെയും ഡൗൺ ട്രെൻഡിലൂടെയൊക്കെ കടന്നുപോയ ഒരു സ്റ്റോക്കാണ് Paytm. മറ്റൊരു സ്റ്റോക്ക് ഡിവിസ് ലബോറട്ടറീസ് ആണ്. ഒരു ലീഡിംഗ് ഫാർമ കമ്പനി ആയിട്ടുള്ള ഡിവിസ് ലബോറട്ടറീസിൽ 2024 നവംബറിൽ 219ഓളം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ നമുക്ക് കാണാൻ കഴിയും. അത് ഡിസംബറിൽ വർദ്ധിച്ചിട്ട് 240 ഉയർന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മൊത്തം മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ആ ഒരു ഹോൾഡിങ്ങിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 19,163 ഉയർന്നതായിട്ട് കാണാം. ഇപ്പോൾ 5,830 എന്നുള്ള ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ഡിവിസ് ലബോറട്ടറീസ് കഴിഞ്ഞ 6 മാസം 27% റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് കോഫോസ് ലിമിറ്റഡ് ആണ്. IT സർവീസ് രംഗത്തുള്ള ഈ സ്റ്റോക്കിൽ നവംബറിലെ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ എണ്ണം 216 ആയിരുന്നു. അത് 241 ഡിസംബറിൽ ഉയർന്നതായിട്ട് കാണാം. മൊത്തം ആ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്ങിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ അത് 22,000 കോടിക്ക് മുകളിലായിട്ട് വർദ്ധിച്ചതായിട്ട് കാണാം. ഇപ്പോൾ 8,600 എന്നുള്ള പ്രൈസിൽ ട്രേഡ് ചെയ്യുന്ന ഗോഫോർജ് കഴിഞ്ഞ 6 മാസം 45% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് PV ഫിൻടെക് ആണ്, അഥവാ പോളിസി ബസാറിൻ്റെ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 1,773 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലാണ്. കഴിഞ്ഞ 6 മാസം 22% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണിത്. 2024 നവംബറിൽ 194ഓളം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിരുന്നു. അതിപ്പോൾ വർദ്ധിച്ചിട്ട് 233 മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ നമുക്കിതിൽ കാണാൻ കഴിയും. മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ഹോൾഡിങ്ങിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 13,622 കോടിയായിട്ട് അത് വർദ്ധിച്ചതായിട്ടും നമുക്ക് കാണാം. മറ്റൊരു സ്റ്റോക്ക് IT സെഗ്മെൻറ്റിലുള്ള പെർസിസ്റ്റൻസ് സിസ്റ്റമാണ്. 224ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ 253 ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 6,100 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസം 27% റിട്ടേൺ നൽകിയിരുന്നു. മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്ങിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള മാർക്കറ്റ് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 21,404 കോടി എന്ന ലെവലിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്റ്റോക്ക് IT സെഗ്മെൻറ്റിലുള്ള ടെക് മഹീന്ദ്രയാണ്. നവംബറിൽ 341 മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഹോൾഡ് ചെയ്ത ഈ ഒരു സ്റ്റോക്ക് ഡിസംബറിൽ അത് വീണ്ടും ഉയർന്നിട്ട് 362 എന്ന ലെവലിൽ വലിയൊരു നമ്പേഴ്സാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 6 മാസം 11% റിട്ടേൺ മാത്രമേ ടെക് മഹീന്ദ്ര നൽകിയിട്ടുള്ളൂ. ഇപ്പോൾ 1,675 എന്നുള്ള പ്രൈസിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അടുത്ത ഒരു സ്റ്റോക്ക് മറ്റൊരു IT ജയൻ്റ് ആയിട്ടുള്ള ഇൻഫോസിസ് ആണ്. 1951 എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം കൂടിയാണ്. 14% ഒരു റിട്ടേൺ മാത്രമാണ് കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ ഹോൾഡിംഗ് ഇതിൽ 519 നിന്ന് 549 ഉയർന്നതായിട്ട് കാണാം ഡിസംബറിൽ. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൻ്റെ മൊത്തത്തിലുള്ള ഹോൾഡിംഗ് വാല്യൂ അത് 1,39,837 ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവസാനത്തെ മറ്റൊരു സ്റ്റോക്ക് ഇൻഫോഎഡ്ജ് ആണ്. ഇൻഫോഎഡ്ജ് 212ഓളം മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരുന്നു. ഡിസംബറിൽ അത് വർദ്ധിച്ചിട്ട് 236 ഉയർന്നതായിട്ട് കാണാം.
ഇപ്പോൾ 7450 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസം വെറും 9% ഒരു റിട്ടേൺ മാത്രം നൽകിയ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ കൂടുതലായിട്ട് വാങ്ങിയ സ്റ്റോക്കുകളായിട്ട് നമുക്ക് കാണുന്നത്. ഇത് കൂടാതെ വേറെയും 20ഓളം സ്റ്റോക്കുകളുണ്ട്. അതിൽ നിന്നും പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ മാത്രമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.